ജാതി രാഷ്ട്രീയത്തിൽ വേരൂന്നിയ ബീഹാറിൽ മുസ്ലിം വിരുദ്ധ പരാമർശമുയർത്തി ബി.ജെ.പിയുടെ പ്രചരണം. മുസ്ലിങ്ങൾക്ക് സംവരണം നൽകണമെന്നാണ് ആർ.ജെ.ഡിയുടെ നേതൃത്വത്തിലുള്ള മഹാസഖ്യം ആവശ്യപ്പെടുന്നതെന്നും പിന്നോക്ക വിഭാഗങ്ങളുടെ ആനുകൂല്യങ്ങളാണ് തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നതെന്നും അസം മുഖ്യമന്ത്രി ഹിമന്ത് ബിശ്വ ശർമ്മ. അതേസമയം സൗജന്യ വൈദ്യുതിയും റേഷനും ഉൾപ്പെടെ ജനകീയ വാഗ്ദാനങ്ങൾ പ്രഖ്യാപിച്ചായിരുന്നു ആർ.ജെ.ഡി നേതാവ് തേജസ്വി യാദവിന്റെ പ്രചരണം. അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയായിരുന്നു ബീഹാറിലെ അഞ്ചാംഘട്ട പരസ്യപ്രചാരണത്തിന്റെ അവസാന ദിവസം ബി.ജെ.പിയുടെ പ്രചരണ പരിപാടികളുടെ ശ്രദ്ധാകേന്ദ്രം. ജാതി രാഷ്ട്രീയം വോട്ട് ബാങ്കായി മാറുന്ന ബീഹാറിൽ വർഗീയ പരാമർശങ്ങളുമായി ഹിമന്ത ബിശ്വ ശർമ്മയും രംഗത്തെത്തി. മുസ്ലിങ്ങൾക്ക് സംവരണം നൽകണമെന്നാണ് ആർ.ജെ.ഡിയുടെ നേതൃത്വത്തിലുള്ള മഹാസഖ്യം ആവശ്യപ്പെടുന്നതെന്നും പിന്നോക്ക വിഭാഗങ്ങളുടെ ആനുകൂല്യങ്ങളാണ് തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നതെന്നും ഹിമന്ത ബിശ്വ ശർമ്മ. अगर आपको मुसलमान को रिजर्वेशन देना है, हम टिकट खरीद के देगा, पाकिस्तान चला जाओ और उधर में रिजर्वेशन देगा. അതേസമയം തൊഴിലില്ലായ്മയും വിലക്കയറ്റവുമാണ് ബീഹാർ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയെന്ന് ആർ.ജെ.ഡി നേതാവ് തേജസ്വി യാദവ്. അഗ്നിവീർ പദ്ധതി അവസാനിപ്പിക്കും, 1 കോടി പേർക്ക് ജോലി, 500 രൂപയ്ക്ക് ഗ്യാസ്, 200 യൂണിറ്റ് സൗജന്യ വൈദ്യുതി, 10 കിലോ റേഷൻ അടക്കം നിരവധി വാഗ്ദാനങ്ങളും മഹാസഖ്യം മുന്നോട്ട് വയ്ക്കുന്നു. ഗ്യാസ് സിലിണ്ടർ जो महंगाई सिलेंडर है, लेकिन लोग हिम्मत नहीं कर पाता गरीब परिवार का लोग कि उसमें गैस भरा पाए, तो जो 1200 हो गया है उसको हम लोग 500 लाएंगे. और बिहार में सबसे महंगा बिजली दर है पूरे देश में, तो हम लोग यहाँ 200 यूनिट फ्री में लोगों को बिजली उपलब्ध कराएंगे. ബീഹാറിൽ 5ാം ഘട്ടത്തിൽ 5 മണ്ഡലങ്ങളാണ് വോട്ടെടുപ്പ്. ആർ.ജെ.ഡി നേതാവ് ലാലു പ്രസാദ് യാദവിന്റെ ഇളയ മകൾ രോഹിണി ആചാര്യ മത്സരിക്കുന്ന സരൺ, ലോക് ജനശക്തി പാർട്ടി നേതാവ് ചിരാഗ് പാസ്വാൻ മത്സരിക്കുന്ന ഹാജിപൂർ എന്നിവയാണ് 5ാം ഘട്ടത്തിലെ താരമണ്ഡലങ്ങൾ.